ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യൻ്റെ ഉത്തരവാദിത്വവും എന്ന ആ വിഷയത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നാം വരികയാണ്. കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് എല്ലാം ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. എറ്റേണൽ പർപ്പസ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നു. തൻ്റെ ആർക്കും ലംഘിക്കാൻ കഴിയാത്ത ഒരു പ്ലാൻ താൻ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പ്രകാരമാണ് താൻ എടുത്തിരിക്കുന്നത്. അതിനെ ആർക്കും മാറ്റാൻ പറ്റത്തില്ല. പിന്നെ മനുഷ്യൻ്റെ തീരുമാനങ്ങൾക്കപ്പോൾ പ്രസക്തി എന്താണ്? മനുഷ്യൻ എടുക്കുന്ന തീരുമാനങ്ങളുടെ റിസൾട്ടും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം അനാദിയിൽ തൻ്റെ പ്ലാൻ നിർണയിച്ചിരിക്കുന്നത്. നിർണയിക്കാൻ പോവുകയല്ല, ഇറ്റ്സ് ഓൾറെഡി ഫിക്സ്ഡ്. ഗ്ലോറിയസ് ആയ തൻ്റെ അനാദി നിർണയം മനുഷ്യനിലൂടെ അവൻ്റെ തെരഞ്ഞെടുപ്പിലൂടെയും കൂടെ ദൈവം ചെയ്യുന്നു. അതുകൊണ്ടാണ് സംഭവിക്കണമെന്ന് നീ നിർണയിച്ച കാര്യങ്ങൾ കർത്താവായ യേശുവിനെ സ്വന്തം താല്പര്യത്തിൽ ക്രൂശിച്ചവരിലൂടെ നിവർത്തിച്ചു. അപ്പോൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലെ 3 ഭാഗങ്ങളിലും അവർ ക്രൂശിച്ചു, അത് അവരുടെ ഉത്തരവാദിത്വം. പക്ഷെ അവർ ക്രൂശിച്ചതിൻ്റെ ഔട്ട്കം ദൈവത്തിൻ്റെ ഓൾറെഡി പ്ലാൻ ചെയ്ത കാര്യത്തെ നിറവേറ്റി. അപ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാം, ഒരു മനുഷ്യൻ എന്ത് പ്രവൃത്തി ചെയ്താലും ദൈവം മനുഷ്യന് തിരഞ്ഞെടുപ്പാനുള്ള ശേഷി അലോ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഔട്ട്കവും അവൻ്റെ തീരുമാനത്തിൻ്റെ പരിണത ഫലവും ഹാൻഡിൽ ചെയ്യാൻ കഴിയും എന്ന് അവന് ഉറപ്പുണ്ട്. പഴം പറിച്ച് തിന്നാനും തിന്നാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് കൊടുക്കുമ്പോഴും അവൻ ചെയ്യാൻ പോകുന്നത് എന്താണെങ്കിലും അതിൻ്റെ പരിണത ഫലത്തെ ടേക്ക് ഓഫ് ചെയ്യുവാൻ തൻ്റെ സോവറൻ പദ്ധതിയിൽ കീഴിൽ അവയെ കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കും. ഏത് പോസിബിൾ ഔട്ട്കം. ഇതാണ് സോവറിനിറ്റിയുടെ ഏറ്റവും വലിയ ദൈവം ഡിക്രി, ദൈവത്തിൻ്റെ തീർപ്പുകളുടെ മനോഹാരത്വം. ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വേദോത്സവം. വേദോത്സവത്തിൻ്റെ മുഴുവനും താളുകൾ നിങ്ങൾ മറിക്കുമ്പോൾ ഈ സത്യം അന്തർലീനമാണ്. ഇതിൽ ബേസ് ചെയ്താണ് ശരിക്കും ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇന്ന് ഈ ഈവിളായതും ഗുഡായ കാര്യങ്ങൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഓൾറെഡി നിർണയിച്ചിരിക്കുന്ന കാര്യങ്ങളെ സെർവ് ചെയ്യുന്നത് എന്നൊന്നുകൂടെ നമുക്ക് ചില വാക്യങ്ങളോടെ മനസ്സിലാക്കാം. ഈ നിങ്ങളെടുക്കുന്ന തീരുമാനം ആത്യന്തികമായി ദൈവിക പദ്ധതി എന്താണെന്നുള്ളത് ഡെസ്റ്റൈൻ ചെയ്യുന്നില്ല. ദൈവം ഓൾറെഡി ഡെസ്റ്റൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുക. പക്ഷേ നിങ്ങളെടുക്കുന്ന തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കും അതിൻ്റെ ഔട്ട്കം ദൈവം ഓൾറെഡി നിർണയിച്ച കാര്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടെ പറയുകയാണ്, ക്ഷമിക്കണം. എൻ്റെ മനസ്സിലുള്ള ആ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലെത്താനാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. നമുക്കിത് മനോഹരമായിട്ട് പ്രതിപാദിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലുള്ള യോസഫിൻ്റെ കഥയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. നമുക്കിതൊന്നുകൂടെ മനസ്സിലാക്കാം. 50-ാം അധ്യായം. അപ്പം നിങ്ങൾക്ക് അറിയാം ഈ യോസഫിൻ്റെ സഹോദരന്മാർ എങ്ങനെയാണ് യോസഫിനെ കൈകാര്യം ചെയ്തത്, എങ്ങനെയാണ് യോസഫിൻ്റെ ജീവിതത്തിൽ യോസഫ് കഷ്ടങ്ങളിലൂടെ അവസാനം ഈജിപ്തിലെത്തിയതെന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്വപ്നം എന്ന് പറയുമ്പോൾ ദൈവം കൊടുത്ത ദർശനം, സ്വപ്നം, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എന്തായിരുന്നു ആ പദ്ധതി? മിസ്രൈമിൽ, ഈജിപ്തിൽ ഫറവോന്റെ അടുക്കൽ യോസഫ് എത്തണം. പക്ഷേ ദൈവത്തിൻ്റെ ആ മാറ്റമില്ലാത്ത തീർപ്പ് ദൈവം നിവർത്തിച്ചത് സഹോദരന്മാരിലൂടെ. സഹോദരന്മാര് ഇതൊന്നും അറിയാതെ അവരുടെ പ്രവൃത്തി ചെയ്യുക. അവരുടെ ദുഷ്ടതയും അസൂയയും അവരുടെ ക്രൂരതയും കരുണയില്ലായ്മയും മനസ്സലിവില്ലായ്മയും എല്ലാം കൂടെ ചേർത്ത് അവനെ പൊട്ടക്കിണറ്റിലിട്ടു. കൊള്ളാൻ തന്നെ പ്ലാൻ ഇട്ടതാ. അവിടുന്ന് അവനെ വിറ്റു. അപ്പോൾ അവരുടെ പ്രവൃത്തി വളരെ വ്യക്തിപരമാണ്. പക്ഷെ അവർ ചെയ്ത പ്രവൃത്തിയുടെ ഔട്ട്കം യോസഫും ഈജിപ്തിലെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ദോഷം ചെയ്തു, എന്നാൽ ദൈവമോ അത് ഏറ്റവും ബെറ്റർ പ്ലാനിന്, ഹയർ ആയിട്ടുള്ള ഒരു ഉദ്ദേശത്തിന് വേണ്ടി അത് ഉപയോഗിച്ചു. അപ്പം ഉത്തരവാദിത്വം മനുഷ്യന്റെ, പക്ഷെ ദൈവത്തിന്റെ സോവറൻ പ്ലാൻ നിവർത്തിക്കപ്പെട്ടു. 50-ാം അധ്യായത്തിൽ അതിൻ്റെ
20-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. അവർ ദോഷമാണ് വിചാരിച്ച്. ആ ദോഷം ദൈവം വിചാരിച്ചല്ല, അവർ വിചാരിച്ച ദോഷം. പക്ഷേ ദൈവമോ അത് ഗുണമാക്കി തീർത്തു. എന്നിട്ട് 18-ാമത്തെ വാക്യത്തിലാണ് 17-ാമത്തെ വാക്യത്തിൽ അവർ പറയുകയാണ്, അപ്പൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ. അവർ ദ്രോഹം ചെയ്തു എന്ന് അവർക്ക് മനസ്സിലായി. പാവം അവരുടെ ഭാഗത്താണ്, തെറ്റവരുടെ ഭാഗത്താണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അതിന് ഉത്തരവാദിത്വം അവർക്കാണ്, അത് ദൈവത്തിനല്ല. ഈജിപ്തിൽ അവനെ കൊണ്ടെത്തിക്കാൻ ദൈവം ഇവരെ കൊണ്ട് ദ്രോഹം ചെയ്യിപ്പിച്ചു? ഇല്ല. അവർ ദ്രോഹം ചെയ്തത് അവരുടെ തെരഞ്ഞെടുപ്പായിരുന്നു. അത് ദൈവത്തിന് മുന്നമേ അറിയാമായിരുന്നു. അപ്പോൾ ഫോർനോളജ്, പ്രീഡെസ്റ്റിനേഷൻ, മുന്നറിവ്, മുൻനിർണയം എങ്ങനെയാണ് സോവറിൻ പ്ലാനിലേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ തെറ്റുബോധ്യമായതുകൊണ്ട് അവർ അവൻ്റെ മുമ്പാകെ പോയി വീണ് ഭയപ്പെട്ട് മാപ്പ് അപേക്ഷിച്ചത്. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവം കുറെ പാവകളെ ഉണ്ടാക്കി തൻ്റെ ഇഷ്ടം നിവർത്തിക്കുകയല്ല, തൻ്റെ പരമാധികാരത്തിൽ മനുഷ്യനെ തെരഞ്ഞെടുപ്പാനുള്ള കപ്പാസിറ്റി കൊടുത്ത ശേഷം അവരുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഔട്ട്കത്തെ താൻ തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി മനോഹരമായി ഹാൻഡിൽ ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു പർപ്പസാണ്. ഇതൊക്കെ പുതിയ ചിന്തകളൊന്നുമല്ലോ, ഇതൊക്കെ വർഷങ്ങളായിട്ട് ദൈവദാസന്മാർ ചിന്തിച്ചിട്ടുള്ള. ഞാൻ അതിന് ഏത് നിലയിലാണ് അത് വർക്കൗട്ട് ആകുന്നതെന്ന് കുറെ കൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ ഈ വേദഭാഗങ്ങൾ വായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം, പുതിയ നിയമത്തിൽ ഈ കാര്യം, മനുഷ്യൻ്റെ ഉത്തരവാദിത്വവും ദൈവത്തിൻ്റെ പ്ലാനും വർക്ക് ചെയ്യപ്പെടുന്നത് കപ്പൽ ഛേദത്തിൽ അകപ്പെടുന്ന പൗലോസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ ആ വേദഭാഗം നമുക്ക് ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 27-ാമത്തെ അധ്യായമാണ്. 27-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. അവിടെ ഈ കപ്പൽ ഛേദത്തിൽ ആടി ഉലയുന്ന കപ്പലിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് പൗലോസിനെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. ദൈവം അവനോട് പറയാണ്, എങ്കിലും ഇപ്പോൾ ധൈര്യപ്പെടുവീൻ. 22, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. അപ്പം കപ്പൽ തകർക്കപ്പെടും, ഒരു മനുഷ്യനും മരിക്കത്തില്ല. ഇത് ദൈവത്തിൻ്റെ തീർപ്പാണ്. പക്ഷേ അതിൻ്റെ 24, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. അപ്പൊ ദൈവം ഓൾറെഡി തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ആ കപ്പലിലുള്ള ഒരാളും മരിക്കത്തില്ല. ഈ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട് അവരെല്ലാവരും കടലിൽ വീണാലും. പക്ഷെ 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 30-31, എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകുവാൻ വിചാരിച്ച് അണിയത്ത് നിന്ന് നങ്കൂരം ഇടുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ തോണി കടലിൽ ഇറക്കി. അപ്പൊ കപ്പൽക്കാര് കപ്പൽ ഉപേക്ഷിച്ചിട്ട് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുക. അവർ തോണിയിൽ കയറി, അതായത് ലൈഫ് ബോട്ടിൽ കയറി. അപ്പോൾ പൗലോസ് 31, ശതാധിപനോടും പടയാളികളോടും കൂടെ, ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല. അപ്പോൾ ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന കപ്പൽക്കാരെ തടഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആരും രക്ഷപ്പെടത്തില്ല. പക്ഷെ 22-ലും 24-ലും നിങ്ങളുടെ ആരുടെയും പ്രാണന് ഒന്നും ഭവിക്കത്തില്ല എന്ന ദൈവത്തിന്റെ പ്ലാൻ ഓൾറെഡി പറഞ്ഞ പൗലോസ് ഇപ്പൊ പറയുകയാണ്, ഇവർ കപ്പലിൽ താമസിച്ചില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയോ, പടയാളികൾ തോണിയുടെ കയറ് അറുത്ത് അത് വീഴിച്ചു കളഞ്ഞു. കപ്പൽക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടാൻ ശ്രമിച്ചാൽ നിങ്ങൾ ആരും രക്ഷപ്പെടത്തില്ല. പക്ഷെ ആദ്യം എഴുതിയിരിക്കുന്നത് നിങ്ങൾ ആർക്കും ഒന്നും ഭവിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഒന്നും ഭവിക്കത്തില്ലെന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് പിന്നെ അവർ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടാലും രക്ഷപ്പെട്ടില്ലേലും ഇറ്റ് ഡസൻ മാറ്റർ എന്നല്ല പൗലോസ് ചിന്തിച്ചത്. പൗലോസിന് ആത്മാവിൽ ഒരു കാര്യം ബോധ്യമായി, എൻ്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്വം ഞാൻ ചെയ്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കാൻ എനിക്ക് കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ
എൻ്റെ ഉത്തരവാദിത്വങ്ങളിലും കൂടെയാണ് ദൈവം തൻ്റെ പദ്ധതിയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആരും മരിക്കത്തില്ല എന്നുള്ളത് ദൈവഹിതമാണ്. പക്ഷേ അതിന് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. നീ ആ ഉത്തരവാദിത്വം ചെയ്തില്ലെങ്കിൽ വേറൊരാളത് ചെയ്യും. അത് മറ്റൊരു കാര്യം. ഞാനത് ചെയ്യുന്നില്ല എന്നുള്ള കാരണത്താൽ ദൈവത്തിന്റെ സോവറൻ പ്ലാൻ ഇല്ലാതാകുന്നില്ല. ഒരാൾ രക്ഷിക്കപ്പെടുമെന്നുള്ളത് ദൈവത്തിന്റെ മുന്നറിവാ. ആ മുന്നറിവിൽ ദൈവം മുൻനിർണയിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ സുവിശേഷം പറഞ്ഞാലും പറഞ്ഞില്ലല്ലോ അയാൾ രക്ഷിക്കപ്പെടും. നിങ്ങൾ പറയാത്തതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അതിന്റെ പരിണിത ഫലം എന്തുമാകട്ടെ ദൈവത്തിന്റെ പദ്ധതിയെ മാറ്റിക്കളയത്തില്ല. ആ ഭാഗത്തേക്ക് വരും. കർത്താവ് ഓൾറെഡി മുൻ നിർണയിച്ച തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാരോട് സുവിശേഷം പറഞ്ഞില്ലല്ലോ അവർ രക്ഷിക്കപ്പെടത്തില്ലേ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? സോവർണിറ്റി ആൻഡ് പ്രെയർ, സോവർണിറ്റി ആൻഡ് ഇവാഞ്ചലിസം, ഈ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പൗലോസിന് ഇങ്ങനെ പറയാം, നിങ്ങൾ ഭാരപ്പെടണ്ട, അവർ രക്ഷപ്പെട്ടോട്ട്. അവർ കപ്പൽക്കാർ ഉപേക്ഷിച്ച് കപ്പൽ ഉപേക്ഷിച്ച് പോയാൽ നമുക്കൊന്നും ഭവിക്കത്തില്ലെന്ന് പറഞ്ഞു. അവർ പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ കയററുത്ത് കളഞ്ഞു. അപ്പോൾ മനുഷ്യന്റെ ഉത്തരവാദിത്വം ദൈവത്തിന്റെ നിർണയവും ഒരുപോലെ വർക്ക് ചെയ്യണം. അത് ദൈവം അങ്ങനെയാണ് ഈ ടൈമിൻ്റെ അകത്ത് രക്ഷാപദ്ധതി ഉൾപ്പെടുത്തി തൻ്റെ നിത്യമായ പ്ലാനിനെ അനാദിയിലെ ഡിസൈൻ ചെയ്തിരിക്കുക. എന്നിട്ട് 34-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ, നിങ്ങളിൽ ഒരുത്തൻ്റെയും തലയിൽ ഒരു രോഗം പോലും നഷ്ടമാകുകയില്ല. ആഹാരം കഴിക്കണം. ആഹാരം കഴിക്കേണ്ട തന്നെ, നിങ്ങളാരും നഷ്ടപ്പെടത്തില്ല, നിങ്ങളുടെ പ്രാണന് ഹാനി വരത്തില്ല. പക്ഷെ ആഹാരം കഴിക്കണം, അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതാണ്. അപ്പൊ രക്ഷയ്ക്കുള്ള ആഹാരം കഴിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് ഹാനി ഭവിക്കത്തില്ല, പ്രാണന് ഹാനി ഭവിക്കത്തില്ല എന്നുള്ളത് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസുമാണ്. അപ്പോൾ വേദപുസ്തകം ഈ നിലയിൽ ഈ കാര്യങ്ങൾ ഇത്ര ക്ലിയർ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നമ്മുടെ ഉത്തരവാദിത്തം ചെയ്തേ പറ്റൂ. ദൈവം എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഇനി ഞാൻ വെറുതെ പാസീവായി ഇരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചുണർത്തുന്ന ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്യണം. ഇനി ഞാൻ എൻ്റെ ദുഷ്ടഹൃദയം കൊണ്ട് എടുക്കുന്ന തീരുമാനവും ഞാൻ ചെയ്തേ പറ്റൂ. പക്ഷേ ദൈവത്തിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം പാനിക് ബട്ടൺ അമർത്തിയിട്ടില്ല. ദൈവം പെർപ്ലക്സ്ഡ് അല്ല. ദൈവം ചിന്താവിഷ്ടനായിട്ടിരിക്കുന്നില്ല. കാരണം മനുഷ്യന്റെ നല്ലതും തീയതുമായ സകല പ്രവൃത്തിയുടെയും ഔട്ട്കത്തെ കർത്താവ് പൂർണ്ണമായിട്ട് ഗവേൺ ചെയ്യുന്നു. അത് തൻ്റെ സോവറൻ പദ്ധതിയുടെ കീഴിലാണ് അതിനെ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സദൃശവാക്യത്തിൻ്റെ 16-ാം അധ്യായമാണ് പൊതുവെ വേദശാസ്ത്രികളും ഒക്കെ ഈ അധ്യായമാണ് കൂടുതൽ ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 16:1 ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ, നാവിൻ്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ നിരൂപിക്കുന്നെങ്കിലും അതിൻ്റെ ഉത്തരം യഹോവയാണ് നിയന്ത്രിക്കുന്നത്. 9-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാവും. മനുഷ്യന്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു, അവന്റെ കാലടിയോ യഹോവ ക്രമപ്പെടുത്തുന്നു. ശരിക്കും അത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് വായിച്ചാൽ മനുഷ്യനാണ് തീരുമാനം എടുക്കുന്നതെങ്കിലും അതിൻ്റെ ഔട്ട്കം ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതും അത് എപ്പോഴും ദൈവം ഫിക്സ് ചെയ്ത പ്ലാനിലെ എത്തത്തുള്ളൂ. ചിന്തിക്കാനുള്ള അവകാശം നിങ്ങൾക്കാണ്, നിരൂപിക്കാനുള്ള അവകാശം നിങ്ങൾക്കാണ്. പക്ഷേ ദൈവമാണ് കാലടികളെ ക്രമപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൾവേസ് ഫിക്സ് വിത്ത് ഗോഡ്സ് പ്ലാൻ. ഒരു ദേവദാസൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്ന് കോപ്പി ചെയ്യാണ്. ഇറ്റ് ഈസ് യുവർ പ്ലാൻ, ബട്ട് ദ റിസൾട്ട് ഈസ് ഓൾവേസ് വാട്ട് ഗോഡ് വാണ്ട്സ് വിത്തൗട്ട് വയലേറ്റിംഗ് യുവർ വിൽ. പ്ലാൻ നിങ്ങളുടേതാണ്, നിരൂപണം നിങ്ങളുടേതാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ട് ദൈവം എന്താണോ ആവശ്യപ്പെടുന്നത് അതാണ് നിവർത്തിക്കുന്നത്. നിങ്ങളുടെ വില്ലിനെ, നിങ്ങളുടെ ഇച്ഛയെ, തീരുമാനത്തെ വയലേറ്റ് ചെയ്യാതെ.
നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പാനുള്ള നിങ്ങളുടെ ശേഷിയെ, തീരുമാനത്തെ കടന്നാക്രമിക്കാതെ തന്നെ ദൈവത്തിന് എന്താണോ ആവശ്യം അത് നിങ്ങളുടെ പ്ലാനിന്റെ റിസൾട്ടിലൂടെ ദൈവം ചെയ്തെടുക്കുന്നു. നിങ്ങളുടെ നിരൂപണം എന്താണെങ്കിലും ദൈവത്തിന് ആവശ്യമുള്ളത് അതിൽ നിന്നും പുറത്തു വന്നിരിക്കും. പക്ഷെ നിങ്ങളുടെ ഇച്ഛ നിങ്ങളുടെ തന്നെയാണ്, അതിനകത്ത് കൈകടത്തത്തില്ല. നിങ്ങളുടെ ചോയ്സ് ഇസ് ദ പാർട്ട് ഓഫ് യുവർ പ്ലാൻ. നിങ്ങളുടെ ചോയ്സ് ദാറ്റ്സ് ദ പാർട്ട് ഓഫ് യുവർ പ്ലാൻ. ദൈവം അവൻ ആവശ്യമായ നിലയിൽ തൻ്റെ ഹിതത്തിൻ്റെ ആലോചനയിൽ പ്ലാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ആ പ്ലാൻ അതിലേക്ക് നിങ്ങളുടെ ചോയ്സിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട് ദൈവം. 16:33 പ്രോവേഴ്സ് 16:33 ചീട്ട് മടിയിലിടുന്നു, അതിന്റെ വിധാനമോ യഹോവയാലത്രേ. ഓരോ ചെറിയ കാര്യം പോലും ദൈവത്തിന്റെ പ്ലാനിന് കീഴിൽ ഫിക്സ് ചെയ്തിരിക്കുക. ചീട്ട് നിങ്ങൾ ഇടുന്നു മടിയിൽ, അതിന്റെ വിധാനമോ യഹോവയാലത്രേ എന്ന് പറഞ്ഞാൽ തീരുമാനം നിങ്ങളുടെയാണ്, പക്ഷേ അത് എൻ്റെ പരിണത ഫലം ദൈവം നിയന്ത്രിക്കുന്നു. ക്രൂശിച്ചത് നിങ്ങളാ, പക്ഷേ അത് ദൈവത്തിൻ്റെ സംഭവിക്കണമെന്ന മുൻനിർണയത്തെ സെർവ് ചെയ്യുന്നു. യോസഫിനെ കൊല്ലണമെന്നുള്ളത് അല്ലെ അവനെതിരെ ദോഷം വിചാരിക്കണമെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്, നിരൂപണമാണ്. പക്ഷേ അവൻ ഈജിപ്തിൽ എത്തണമെന്നുള്ളത് അവിധാനമോ യഹോവയാലത്രേ. നിങ്ങളുടെ പ്ലാൻ നിങ്ങളുടേതാണ്. അത് ക്രുക്കഡാണെങ്കിലും സെൽഫിഷ് ആണെങ്കിലും സ്റ്റുപ്പിഡാണെങ്കിലും സ്വാർത്ഥമാണെങ്കിലും അതിൻ്റെ ഭരണത ഫലം എവിടേക്കാണ് പോകുന്നറിയാമോ? അൾട്ടിമേറ്റായ ദൈവത്തിൻ്റെ വില്ലിലേക്കാണ്, പ്ലാനിലേക്കാണ്. ഓക്കെ, അപ്പം ഞാൻ ചില ചിന്തകൾ ഇങ്ങനെ എഴുതിയിട്ട് വായിക്കുന്നത് പൂർണ്ണമായി നിങ്ങളുടെ മനസ്സിൽ അത് എത്തേണ്ടതിനാണ്. അപ്പോൾ ദൈവത്തിന് തൻ്റെ പ്ലാൻ പൂർത്തിയാക്കാൻ കാത്തിരിക്കേണ്ട, ഇനി നടക്കാനിരിക്കുന്ന ഒരു കാര്യത്തെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് തൻ്റെ പ്ലാനിനെ മോഡിഫൈ ചെയ്യേണ്ട. ദൈവത്തിന് അചഞ്ചലമായ ഒരു ലക്ഷ്യമുണ്ട്, എല്ലാം അതിലേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ 16:4 നമ്മൾ വായിച്ചു. 16:4 നമ്മൾ കണ്ടത് ഇതാണ്: അവൻ സകലവും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. ഇനിയാണ് നമ്മൾ ആദ്യ സമയത്ത് ബൈബിളിലെ ആദ്യ ക്ലാസ്സുകളിൽ, നമ്മുടെ ക്ലാസ്സിൻ്റെ ആദ്യ സമയങ്ങളിൽ നമ്മൾ കുറേ വേദഭാഗം വായിച്ചതിൻ്റെ കാരണം ഇത് ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ചില ആട്രിബ്യൂട്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു. 46 യെശയ്യാവ്, അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ആരംഭത്തിൽ തന്നെ അവസാനവും. ഞാൻ പറഞ്ഞു ഇതൊരു നമ്മുടെ വാക്യങ്ങൾ വായിക്കുന്നതിലൊരു കീ വേർഡാണിത്. ആരംഭത്തിൽ തന്നെ അവസാനവും, പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു, എൻ്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെ അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയും. അപ്പോൾ കണ്ടോ, തൻ്റെ താല്പര്യമൊക്കെയും താൻ എങ്ങനെ അനുഷ്ഠിക്കുന്നേ? തൻ്റെ തന്നിഷ്ടം കൊണ്ടല്ല, മറിച്ച് മനുഷ്യൻ്റെ ഇഷ്ടത്തിലെടുക്കുന്ന തീരുമാനങ്ങളും കൂടെ കൂട്ടി താൻ തൻ്റെ കാര്യങ്ങളെ ചിന്തിക്കുക. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സോവറിനിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് സ്വാർത്ഥതയിൽ തന്നിഷ്ടത്തിലല്ല. നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചുള്ള ധന്യനായ ഏകാധിപതിയാണ്. ദൈവത്തിൻ്റെ ക്യാരക്ടേഴ്സ് സ്നേഹം, കരുണ, ദയ, നീതി, വിശുദ്ധി, പരിശുദ്ധി, ഇവയെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ സോവറൻ പ്ലാൻ. അപ്പൊ ദൈവം ഒരു പ്ലാൻ ചെയ്താൽ തിരുഗതത്തിന്റെ പ്രസാദപ്രകാരം സകലതും ചെയ്യുവാൻ കഴിയുന്നവൻ എന്ന് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ, ഒരു സ്വേച്ഛാധിപതി ഏകപക്ഷീയമായി ചെയ്യുന്ന പോലെയല്ല ദൈവം ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ദൈവത്തിന്റെ സ്നേഹമുണ്ട്, കരുണയുണ്ട്, ദയയുണ്ട്, നീതിയുണ്ട്, വിശുദ്ധിയുണ്ട്. ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ദൈവം ഒരു എറ്റേണൽ പർപ്പസ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ദുഷ്ടൻ ചെയ്യുന്ന പ്രവൃത്തിയും ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മ പ്രവൃത്തിയും സകലതും കോർത്തിണക്കി തൻ്റെ ക്യാരക്ടറും തൻ്റെ ആട്രിബ്യൂട്ട്സും ഒരുപോലെ കോ എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് കോൺട്രഡിക്റ്റ് ചെയ്യാതെ കർത്താവ് മനോഹരമായി തൻ്റെ പദ്ധതിയെ നിവർത്തിക്കും. ഹല്ലേലൂയ. അത് ആർക്കും മാറ്റാൻ കഴിയത്തില്ല. നമുക്ക് ഒരു വേദഭാഗം കൂടെ
ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു കാര്യം ഈ ഹിസ്കിയാവിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ മനുഷ്യന്റെ ഉത്തരവാദിത്വം ദൈവം തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ എങ്ങനെ ഒരുമിച്ച് പോകുന്നു എന്നുള്ളത് ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ യെശയ്യാവിന്റെ 38 നമുക്കതിലെ ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചേക്കാം. ആ കാലത്തെ ഹിസ്കിയാവിന്, ഒന്നാമത്തെ വാക്യം, നമ്മൾ വാക്യം അങ്ങ് ഫുള്ള് വായിക്കത്തില്ല, ചിലപ്പോൾ പകുതിയായിരിക്കും വായിക്കുന്നത്. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. അപ്പോൾ അവന് മരിക്കത്തക്ക രോഗം വന്നു. എന്നിട്ട് അതിൻ്റെ ആ വാക്യത്തിൽ എഴുതുന്നു, നീ മരിച്ചു പോകുമെന്ന് ദൈവത്തിന്റെ ആലോചന. അപ്പം ഹിസ്കിയാവ് മരിക്കുമെന്നുള്ള ഒരു ഘട്ടത്തിലെത്തി. 5-ാമത്തെ വാക്യത്തിൽ ആ തീരുമാനം എന്ന് പറഞ്ഞാൽ ആ അവസ്ഥ മാറി. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടുമെന്ന് ദൈവം ഹിസ്കിയാവിനോട് പ്രവാചക മുഖാന്തരം അറിയിക്കുന്നു. അപ്പോൾ അവന് 15 സംവത്സരം കൂട്ടിക്കൊടുത്തു. 9-ാമത്തെ വാക്യത്തിൽ ഹിസ്കിയാവിന് രോഗം പിടിച്ചത് മാറി സുഖമായ ശേഷം അവൻ എഴുതിയത്, അവന്റെ രോഗം മാറി, ദൈവം അവന് 15 സംവത്സരം മുൻകൂട്ടി കൊടുത്തു. അതിന് 20-ാമത്തെ വാക്യം, യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രനാദത്തോടെ എൻ്റെ ഗീതങ്ങളെ പാടും. കർത്താവ് അവനെ രക്ഷിച്ചു. 21-ാമത്തെ വാക്യം, എന്നാൽ അവന് സൗഖ്യം വരേണ്ടതിന് അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരുവിന്മേൽ പുരട്ടുവാൻ യെശയ്യാവ് പറഞ്ഞിരുന്നു. അപ്പോൾ ദൈവം അവനെ സൗഖ്യമാക്കി. അവന് 15 സംവത്സരം കൂടെ കൊടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമായിരുന്നു. എന്നാൽ ദൈവം അത് ചെയ്തെടുത്തത് യെശയ്യാവ് അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പുരട്ടുവാൻ പറഞ്ഞ കാര്യം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്. അതിന്റെ അർത്ഥം, അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പുരട്ടേണ്ട ആവശ്യമുണ്ടോ? ദൈവം തൻ്റെ പൂർണ്ണ ഹിതത്തിൽ ഞാൻ നിനക്ക് 15 സംവത്സരം തന്നിരിക്കുന്നു എന്ന് പ്രവാചകൻ പറയുമ്പോൾ ആ പറഞ്ഞ പ്രവാചകൻ തന്നെയാണ് ഹിസ്കിയാവിന് ഇത് പുരട്ടാനായിട്ട് പറഞ്ഞത്. പൗലോസെ, നിനക്കും നിന്റെ കൂടെ ഉള്ളവർക്കും ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ അതേ പൗലോസ് തന്നെയാണ് പറയുന്നത്, അവർ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് ജീവനോട് ഇരിക്കാൻ കഴിയത്തില്ല, നിങ്ങൾ ആഹാരം കഴിക്കണം നിങ്ങളുടെ രക്ഷയ്ക്കായി. ഹല്ലേലൂയ. അപ്പം ശൂന്യതയിൽ നിന്നുകൊണ്ട് തൻ്റെ പദ്ധതികളെയെല്ലാം സ്വേച്ഛാധിപതിയായ ദൈവം ചെയ്യുന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇച്ഛയിൽ നിന്ന് ചെയ്യേണ്ട റോളുകളെയും കൂടെ ഉൾപ്പെടുത്തുമ്പോഴേ ദൈവത്തിന് താൻ വിഭാവനം ചെയ്ത കാര്യങ്ങളെ നിവർത്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം ഇന്നത്തെ ഈ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇന്ന് നാം ചിന്തിച്ചത് ഏത് ഗുഡ് ആക്റ്റും ഏത് ഈവിൾ ആക്റ്റും ദൈവത്തിന് പ്രശ്നമല്ലാത്തത്, അതിനെ പെർമിറ്റ് ചെയ്യുന്നത്, ദൈവം പെർപ്ലക്സ്ഡ് അല്ലാത്തത്, ദൈവം പാനിക്കല്ലാത്തത്, കർത്താവിൻ്റെ ആത്യന്തികമായ ഹിതം ദൈവം നിവർത്തിപ്പാൻ തക്കവണ്ണം അവന് മനുഷ്യൻ്റെ ആവശ്യമില്ല. മനുഷ്യൻ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലേലും, അനുസരിച്ചാലും അനുസരിച്ചില്ലേലും, അവൻ്റെ ആക്ഷൻ സ്റ്റുപ്പിഡ് ആണെങ്കിലും സെൽഫിഷ് ആണെങ്കിലും നല്ലതാണെങ്കിലും അതിൻ്റെ മുഴുവനും ഔട്ട്കത്തെ തൻ്റെ പരമാധികാര ഇച്ഛയിൽ തനിക്ക് അവയെ നിയന്ത്രിക്കാനും തൻ്റെ അൾട്ടിമേറ്റ് പർപ്പസിനെ ഫുൾഫിൽ ചെയ്യാനും ഉപയോഗിക്കാൻ കഴിയും എന്നതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നതും ഇപ്രകാരം വളരെ വ്യക്തമായ പദ്ധതിയുള്ള ഒരു ദൈവത്തെ ആശ്രയിക്കുന്നതും അവൻ്റെ പിന്നാലെ പോകുന്നതുമാണ് നമുക്ക് ധൈര്യം. എനിക്ക് മറ്റ് ചില സംഭവവാസങ്ങളുടെ അറിഞ്ഞ ശേഷം വേണം കാര്യങ്ങൾ തീരുമാനിക്കാനെങ്കിൽ നമുക്ക് നാളെ എന്താ നടക്കാൻ പോകുന്ന അറിയില്ല. നാമോ ഇളകാത്ത രാജ്യത്തിനായി കാത്തു നിൽക്കുന്നു. ഇളകുന്ന ജീർണതയുള്ള ദ്രവത്വമുള്ള ഈ കാര്യങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ നമുക്കുള്ള സന്തോഷം എന്താ? സകലതും ഉറപ്പിച്ചിരിക്കുന്ന, നിർണയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ പുറകെയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ നിർണയിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കയറി കിടന്ന് ഉറങ്ങിയാൽ പോരാ.
ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓരോ ദിവസവും അവനിൽ ആശ്രയിച്ച് ജീവിച്ചേ പറ്റൂ. ഓരോ ദിവസവും അവൻ്റെ ഹിതം ചെയ്യുവാൻ എന്നെ തന്നെ സമർപ്പിച്ചേ പറ്റൂ. അങ്ങനെ ഞാൻ സമർപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങളും കൂടെ അവൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ പദ്ധതിക്കകത്ത്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഗോഡ് ബ്ലസ് യു.